ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇന്നലെ യൂട്യൂബിലൊക്കെ എല്ലാവരും കാണുന്നതാണ് SSC സ്കാം, വിന്നിങ് സ്കാം. എന്താണ് പുതിയ സ്കാം? ആകെ സ്കാമാണ്. എവിടെ നോക്കിയാൽ SSC സ്കാം എന്നും പറഞ്ഞ് നടക്കുകയാണ് അല്ലേ. അപ്പോൾ എന്താണ് പുതിയ സ്കാം? ഇന്നലെ അഭിനയ് ശർമ്മ അതുപോലെ തന്നെ വേറെ ആരുടെ കുറച്ച് വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടു SSC സ്കാം എന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ആ സ്കാം, അതിൻ്റെ സത്യാവസ്ഥ എന്താണ്, കാര്യങ്ങളെന്നൊക്കെ നമുക്ക് ആ വീഡിയോ കണ്ട പരിചയം എനിക്കുള്ളൂ. എന്നാൽ നമുക്ക് അത് നോക്കിയിട്ട് എന്ത് ചെയ്യാം, കുറേ ആൾക്കാർക്ക് ഹിന്ദി അറിയാത്ത പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കണ്ട് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോ വഴി പറയുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് നമ്മുടെ ആപ്ലിക്കേഷനും നമ്മുടെ വെബ്സൈറ്റും എല്ലാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അന്ന് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ റെഡി ആയിട്ടില്ലായിരുന്നു. പക്ഷേ ആ വീഡിയോ ചെയ്ത് 2 മണിക്കൂർ കഴിഞ്ഞു നമ്മുടെ ആപ്ലിക്കേഷൻ എല്ലാം റെഡി ആയിട്ട് സംഭവമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കോഴ്സ് നമ്മുടെ ആപ്ലിക്കേഷനിലും sscmalayali.com എന്ന വെബ്സൈറ്റിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഐഫോൺ യൂസേഴ്സ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐഫോൺ യൂസേഴ്സ് ജസ്റ്റ് നിങ്ങളുടെ ആപ്പ് സ്റ്റോറിൽ കയറിയിട്ട് മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അവിടെ വെബ് RMC എന്ന കോഡ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് SSC മലയാളി ആപ്ലിക്കേഷൻ എങ്ങനെയാണോ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഐഫോണിലും കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ കോഴ്സുകൾ 99 റുപ്പീസ് ഉള്ളൂ. ക്ലാസ്സുകൾ മറ്റന്നാൾ മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. നാളെ അതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. നമ്മൾ യൂട്യൂബ് വഴിയായിരിക്കും, പുതിയ യൂട്യൂബ് ചാനൽ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ RRB ക്ലാസ്സുകളും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത്. അപ്പോൾ ആ യൂട്യൂബ് ചാനൽ അതിൻ്റെ ലിങ്ക് ഞാൻ പതുക്കെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ആ ചാനൽ വഴിയായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ വരുന്നത്. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് യൂട്യൂബ് ചാനൽ ലിങ്ക് താഴെ കൊടുക്കാൻ നിങ്ങൾ ജോയിൻ ചെയ്യുക കേട്ടോ. അതുവഴിയാണ് ക്ലാസ്സുകളെല്ലാം ഉണ്ടാവുക. പക്ഷേ മെയിനായിട്ട് ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ മെറ്റീരിയൽസ്, ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ആപ്ലിക്കേഷൻ വഴിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയാണ്. അപ്പോൾ അത് നിങ്ങൾ ഈ കോഴ്സ് കൊടുത്ത് 99 റുപ്പീസ് കൊടുത്ത് പർച്ചേസ് ചെയ്യുക. ബാക്കിയുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് കാര്യങ്ങൾ. എത്രയും പെട്ടെന്ന് തന്നെ പോയി അഡ്മിഷൻ എടുക്കുക. ആളുകൾ ഇപ്പോൾ ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ നോക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ലൈവ് ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ലൈവ് ക്ലാസ് ഈ SSC CGL ലൈവ് ക്ലാസ് നമ്മൾ ജനുവരി മാസത്തിലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഇപ്പോൾ ഉള്ള റെക്കോർഡ് ക്ലാസിൻ്റെ കോഴ്സിൽ നിങ്ങൾക്ക് 50% ഓഫർ ഉണ്ട്. CGL CHL കംപ്ലീറ്റ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് വെറും 1000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ SSC MTS GD ഇപ്പോൾ വരുന്ന പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് 750 രൂപയ്ക്ക് കംപ്ലീറ്റ് ക്ലാസ്സുകൾ നമ്മുടെ ആപ്ലിക്കേഷൻ വഴി അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത്ര കുറച്ച് കാര്യങ്ങൾ പറയാം. പിന്നെ മെയിനായിട്ട് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ സ്കാം എന്നുള്ള കാര്യം അതെന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് പറയാം. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം നമ്മുടെ SSC CGL റിസൾട്ട് വരുമ്പോൾ 3 ലിസ്റ്റാണ് ഉണ്ടാവും അല്ലേ. ലിസ്റ്റ് 1, ലിസ്റ്റ് 2, ലിസ്റ്റ് 3. പണ്ട് ഒരു ലിസ്റ്റ് 4 ഉണ്ടായിരുന്നു. ആ ഡബിൾ A അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ പോസ്റ്റ് വരുന്ന സമയത്ത് ലിസ്റ്റ് 4 ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം എക്സാം ഇല്ലാത്തതുകൊണ്ട് ഇപ്രാവശ്യം ഈ 3 ലിസ്റ്റുകളാണ് വന്നത്. അതിൽ ലിസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറിന്റെ ലിസ്റ്റാണ്. അതിന്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 167 ആയിരുന്നു അല്ലേ. അതുപോലെ തന്നെ ലിസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ വേറെയാണ്. ലിസ്റ്റ് 3 ആണ് ജനറൽ, അതായത് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറും ജൂനിയർ JSO അല്ലാത്ത ബാക്കി എല്ലാ പോസ്റ്റിനുള്ള ലിസ്റ്റ് 3 ആണ്. ജനറലി എല്ലാവരും ഉണ്ടാവുക ഈ ലിസ്റ്റിലായിരിക്കും. അതിന്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ജനറൽ കട്ട് ഓഫാണ് ഞാൻ പറയുന്നത് 153 ആണ്. അപ്പോൾ എന്നാൽ അഭിനയ് ശർമ്മേൻ്റെ വീഡിയോയിൽ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടി എന്ന് പറഞ്ഞാൽ ഇതുപോലെ പരീക്ഷ എഴുതിയ ഒരാളാണ്. അയാളുടെ സ്കോർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 156. കറക്റ്റ് അല്ല, ചിലപ്പോൾ ചെറിയ വേരിയേഷൻ ഉണ്ടാവും. 156 ആണ് അയാളുടെ സ്കോർ. പക്ഷേ അയാളുടെ പ്രശ്നമുണ്ട്. അയാൾക്ക് ഏജ് എന്ന് പറഞ്ഞാൽ 30+ കഴിഞ്ഞു, എന്നാൽ 32 ആയിട്ടില്ല. അതായത് 30 കഴിഞ്ഞു 32 ആയിട്ടില്ല. അപ്പോൾ നമുക്കറിയാം JSO എന്ന് പറഞ്ഞ പോസ്റ്റിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 32 വയസ്സ് വരെയാണ്. ഒരേ ഒരു പോസ്റ്റിന് മാത്രമേ SSC CGL പരീക്ഷയിൽ ഏജ് ലിമിറ്റ് 32 ഉള്ളൂ. അത് JSO പോസ്റ്റാണ്, ബാക്കി എല്ലാം 30 വരെയാണ്. അപ്പോൾ ഈ ഒരു കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ ആകെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ JSO പോസ്റ്റാണ്. അതിനൊരു സെപ്പറേറ്റ് ലിസ്റ്റ് ഉണ്ട്. അതിൻ്റെ കട്ട് ഓഫ് 167 ആണ്. ഓക്കെ, അപ്പോൾ ഈ കുട്ടി കിട്ടിയ മാർക്ക് നമുക്കറിയാം 156 ആണ്. അപ്പോൾ ഈ കുട്ടി എന്തിനല്ല, JSO പോസ്റ്റിന് എലിജിബിൾ അല്ല. പക്ഷേ ലിസ്റ്റ് 3ന്റെ കട്ട് ഓഫ് കടന്നത് കൊണ്ട് തന്നെ ഈ കുട്ടി എവിടെയുണ്ട്? ലിസ്റ്റ് 3ൽ കുട്ടിയുടെ പേരുണ്ട്. ഓക്കെ, അപ്പോൾ സംഭവം എന്താ നടക്കാൻ പോകുന്നത്? ഈ കുട്ടി ശരിക്കും എലിജിബിൾ ആയിട്ടുള്ള JSO പോസ്റ്റിനാണ്. ആ പരീക്ഷ ഇവിടെ എഴുതാനും പറ്റില്ല. എഴുതാൻ പറ്റുന്ന പരീക്ഷ ലിസ്റ്റ് 3 ആണ്. അതിന് ഈ കുട്ടി എലിജിബിളും അല്ല. അതായത് 30 വയസ്സ് കഴിഞ്ഞുകൊണ്ട് തന്നെ, കാരണം ലിസ്റ്റ് 3ലുള്ള എല്ലാ പോസ്റ്റിൻ്റെ ഏജ് ലിമിറ്റ് മാക്സിമം എത്രയാണ്? 30 ആണ്. അപ്പോൾ ആ പോസ്റ്റിന് കുട്ടിക്ക് പരീക്ഷ എഴുതിയാലും ലാസ്റ്റ് നാൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് എന്ത് ചെയ്യില്ല, ജോയിൻ ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല പിന്നെ അവർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പ്രശ്നം, ടോട്ടൽ 18,000 സ്റ്റുഡൻസ്, 18,000+ സ്റ്റുഡൻസ് എവിടെയുണ്ട്? ഈ ലിസ്റ്റ് 1ലുണ്ട്, JSOന്റെ ലിസ്റ്റിൽ. അപ്പോൾ ഈ JSOന്റെ ലിസ്റ്റിലുള്ള എല്ലാവരും എവിടെയുണ്ട്? ലിസ്റ്റ് 3ലും ഉണ്ട്. ഒരിക്കലും അങ്ങനെ വരാൻ പാടുണ്ടോ? കാരണം ഇതുപോലത്തെ ഒരുപാട് പേരുണ്ട്. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ് ഈ പറഞ്ഞത്. അതായത് ഇവർ ലിസ്റ്റ് 3ലുണ്ട്, പക്ഷേ ഇവർക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഒരു മിനിമം 18,000 ഒരു മിനിമം ഒരു 500,000 പേരെങ്കിലും എന്തുണ്ടാവും? ഇതുപോലെ ഏജ് 30 കഴിഞ്ഞവരുണ്ടാവും. JSO മാത്രം നോക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവരെല്ലാവരും എന്തുണ്ട്? 153 കട്ട് ഓഫ് കടന്നിട്ടുണ്ട്. എന്നാൽ 167 എത്താത്തതുകൊണ്ട് തന്നെ JSO അവർക്ക് എഴുതാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് അവരെ കൊണ്ട് നമ്മൾ ജസ്റ്റ് Tier 2 എഴുതിക്കുന്നത് അല്ലേ? അവർ എലിജിബിൾ അല്ല, പക്ഷെ അവർ ലിസ്റ്റിലുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഇനി Tier 2 എഴുതാൻ ആര് തയ്യാറാക്കണം? SSC തയ്യാറാക്കണം. പക്ഷെ അവർക്ക് പരീക്ഷ എഴുതിക്കൊണ്ടൊരു ഉപകാരമില്ല. അപ്പോൾ ഇതാണ് സംഭവ പ്രശ്നം. ഇത് ശരിക്കും സ്കാം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സ്കാം എന്ന് പറഞ്ഞാൽ ശരിക്കും തട്ടിപ്പ് എന്നാണ്. ഇത് തട്ടിപ്പല്ല, ഇത് ശരിക്കും SSCന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ട് ഇറസ്പോൺസിബിലിറ്റി എന്ന് പറയാം അല്ലേ. ജസ്റ്റ് ഒരു എക്സൽ ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഈ ലിസ്റ്റ് 1ലുള്ള കുട്ടികളെ, അതിൽ 30 വയസ്സ് കടന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് ഒരു എക്സൽ ഷീറ്റ് ഉപയോഗിച്ച് നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയാൽ കിട്ടും. ആ കുട്ടികളെ ലിസ്റ്റ് 3 നിന്ന് ഒഴിവാക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഒരു ഇറസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ
ജോലി ചെയ്യാനുള്ളൊരു മടി. കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇത് തന്നെ നടക്കുന്നതാണ് ഇവർ ഈ വീഡിയോയിലൊക്കെ പറയുന്നത്. കാരണം അതിന് മുമ്പത്തെ വർഷമൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ JSOL എല്ലാവരും എവിടെയുണ്ട്, ഈ ലിസ്റ്റ് 3-ലും ഉണ്ട്. അപ്പോൾ അതായത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് പേര് കുട്ടികൾ കുറഞ്ഞ മാർക്കിനൊക്കെ ലിസ്റ്റിൽ നിന്ന് ഔട്ടായ കുട്ടികളുണ്ട്. 152 പോയിന്റ് സംതിങ് ഒക്കെ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ നമ്മൾ കുറേ കണ്ടു. കുറഞ്ഞ ചെറിയ 0.12 അല്ലെങ്കിൽ 0.1 മാർക്കിനൊക്കെ ലിസ്റ്റിൽ നിന്ന് ഔട്ടായ കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ ഒരു ചാൻസാണ് നഷ്ടപ്പെടുന്നത് അല്ലേ. ഈ ഒരു 1000 കുട്ടികൾ ഇവിടുന്ന് മാറ്റി നിർത്തിയാൽ അതിന് പകരം ഈ താഴെ കിടക്കുന്ന ഈ 153 കട്ട് ഓഫ് ഒരു 152 151 ഒക്കെ വരും. അപ്പോൾ ഈ കുറച്ച് 1000 കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ മെയിൻ ലിസ്റ്റിലോട്ട് ഉൾപ്പെടുത്താൻ പറ്റും അല്ലേ. അപ്പോൾ അത്രയും ഇറസ്പോൺസിബിൾ ആയിട്ടാണ് ഇവർ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ SSCക്ക് ചെയ്യാൻ പറ്റുന്ന 2 കാര്യമാണ്. ഒന്നെങ്കിൽ ഈ ഒരു റിസൾട്ട് ഒന്ന് റീപബ്ലിഷ് ചെയ്യുക, അതായത് ഈ കുട്ടികൾ ഈ 2-ലുള്ള കുട്ടികൾ ഒഴിവാക്കിയിട്ട് ആ സ്ഥാനത്തേക്ക് കുറച്ച് കുട്ടികളെയും കൂടെ താഴ്ന്ന് ഉൾക്കൊള്ളിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്കെങ്കിലും എന്ത് ചെയ്യുക, ഈ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അല്ലേ. അതിപ്പോൾ ഓൾറെഡി പരീക്ഷ കഴിഞ്ഞു, ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു, സംഭവം തീർന്നു. പക്ഷേ ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്കെങ്കിലും ഇങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം ഓൾറെഡി കുറച്ച് കുട്ടികളുടെ അവസരമാണ് ഇവിടെ നഷ്ടപ്പെടുന്നത് അല്ലേ. കുറച്ച് കുട്ടികൾ എഴുതാൻ പറ്റുന്ന കുട്ടികളുടെ അവസരമാണ് ഇവിടെ നഷ്ടപ്പെടുന്നത്. 1000-ഓളം കുട്ടികൾ മിനിമം ഈ 18,000-ൽ എന്തായാലും 1000 കുട്ടികളെങ്കിലും ഈ ഒരു ലിസ്റ്റിലെത്തേണ്ട ആളുകളാണ്. പക്ഷെ അവർക്കിപ്പോൾ നോക്കിയേ ഈ സിറ്റുവേഷനാണ്, ഈ ലിസ്റ്റ് അവർക്ക് പറ്റുള്ളൂ, പക്ഷേ ഈ ലിസ്റ്റിൽ അവരില്ല. എന്നാൽ ഈ കട്ട് ഓഫ് കടന്നതുകൊണ്ട് ഈ ലിസ്റ്റിൽ അവർ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു പോസ്റ്റിനും അവർ എലിജിബിൾ അല്ല. ഇത് യുവർ കാൻഡിഡേറ്റിൻ്റെ അവസ്ഥയാണ്. ഇതുപോലെ യുവർ കാൻഡിഡേറ്റ് അല്ലാത്തവരുണ്ടാവും, OBC കാൻഡിഡേറ്റ് ഉണ്ടാവും. ഇവർക്കൊക്കെ OBC ആകുമ്പോൾ 32 ഉള്ളത് 35 ആവും. അപ്പോൾ അതുപോലെ തന്നെ ആ ക്രൈറ്റീരിയയിൽ ആളുകളും ഉണ്ടാവും അല്ലേ. പിന്നെ ചില ആളുകൾക്ക് ചില പ്രത്യേക വിഡോസിന്, അതുപോലെ തന്നെ ചില സിവിലിയൻ എംപ്ലോയീസിനൊക്കെ 45 വരെ ഏജ് ലിമിറ്റ് ഉണ്ട്. അങ്ങനത്തെ ആൾക്കാരെ മാറ്റി നിർത്തിയാൽ പോലും എങ്ങനെയായാലും കുറച്ച് ആളുകൾ ഈ ലിസ്റ്റിൽ ഇതുപോലെ. ഇത് പവനീത് ശർമ്മ അവരുടെ വീഡിയോയിൽ ഒരാളെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അവർ പറയുന്നത്. ജസ്റ്റ് എക്സാമ്പിൾ നമ്മൾ മുമ്പിൽ കാണിച്ചിട്ട് അയാളുടെ പേരും ഫാദറിൻ്റെ പേരും മറ്റു അയാളെ അടക്കം ആ ചാനലിൻ്റെ മുമ്പിൽ കൊണ്ടുവരുത്തിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇല്ലാത്തൊരു കാര്യം നമുക്ക് വരാൻ പറ്റില്ല, ജെന്യൂൻ ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ലല്ലോ. ഈ 18,000 ആൾക്കാർ അങ്ങനെ ലിസ്റ്റ് 3-ൽ വരും. കുറച്ച് ആളുകളെങ്കിലും 30-32 ഏജിൻ്റെ ഇടയിൽ ആളുകളുണ്ടാവും. അവരൊരിക്കലും ലിസ്റ്റ് 3-ൽ വരാൻ പാടില്ല. കാരണം ലിസ്റ്റ് 3-ൻ്റെ മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 30 ആണ്. അപ്പോൾ അതിലൊരിക്കലും ഈ ആൾക്കാർ വരാൻ പാടില്ല. അപ്പോൾ താഴെക്കുള്ള കുറച്ച് ആളുകളുടെ അവസരമാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇതാണ് സംഭവം, ഇഷ്യൂ കേട്ടോ. ഇതിന് സ്കാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, തട്ടിപ്പൊന്നുമല്ല. പക്ഷേ SSCൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നടന്ന ഇറസ്പോൺസിബിൾ ആയിട്ടില്ല, അല്ലെങ്കിൽ SSCയിൽ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ എന്താരാണോ ചെയ്യുന്നത് അവരുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുള്ള ഒരു നിരുത്തരവാദിത്വപരമായൊരു കാര്യം കേട്ടോ. എല്ലാത്തെയും നമ്മൾ ഈ സ്കാം എന്ന് പറഞ്ഞ് നടന്ന് കിടന്നാൽ പ്രശ്നം എന്ന് വെച്ചാൽ ജെന്യൂൻ ആയിട്ട് നാളൊരു സ്കാം നടന്നാൽ ഇതാരും എന്ത് ചെയ്യില്ല, രാഷ്ട്രീയക്കാരും മറ്റു മുന്നിൽ നേതാക്കന്മാരും ആരും മൈൻഡ് ചെയ്യില്ല. ഇപ്പോൾ നമുക്കറിയാം 2017 മുമ്പ് വലിയൊരു ഇഷ്യൂ നടന്നത് SSC പരീക്ഷയിൽ SSC ചോദ്യപേപ്പർ ചോർന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ വളരെ എന്താ പറയുക, എല്ലാവരും ഭയങ്കര പ്രൊട്ടസ്റ്റ് നടത്തി, ഇഷ്യൂ നടത്തി, സുപ്രീം കോടതിയിലേക്ക് എത്തി. ലാസ്റ്റ് എന്തൊക്കെയോ വലിയ പ്രശ്നമായി. കാരണം ജെന്യൂൻ ആയിട്ട് പരീക്ഷേൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ ചോർന്നുണ്ടായിരുന്നു. അതേ ഒരു ഇഷ്യൂ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഒരു വർഷം SSCGL തൊട്ട് മുമ്പത്തെ പരീക്ഷയായ MTS പരീക്ഷയ്ക്ക് സോൾവർ ഗ്യാങ് എന്നൊക്കെ പറഞ്ഞിട്ട് ടീമിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്കതിന് തെളിവോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ പറയുമെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കാര്യത്തിന് എല്ലാത്തിനും നമ്മൾ സ്കാം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം എന്താ പറയുക, നാളെ ഇപ്പോൾ സുപ്രീം കോടതി ആയാലും കേസ് എത്തിയത് ഇതെല്ലാ വർഷവും ഇത് സ്കാം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ശരിക്കും സ്കാം ഇല്ല എന്ന് പറയും. റിയൽ ആയിട്ട് നാളെ ഒരു സ്കാം നടക്കുമ്പോൾ അതിൻ്റെ ഇഷ്യൂ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതും ശരിക്കും SSC തിരുത്തേണ്ട കാര്യം തന്നെയാണ്. ഒരിക്കലും ഇങ്ങനെ വരാൻ പാടില്ല. ഇത് അവരുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ച ഒരു തെറ്റിനാണ്. ശരിക്കും ഈ ലിസ്റ്റ് ഇവർ റിവൈസ് ചെയ്തിട്ട് പുതിയ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യേണ്ടതാണ്. അവർ ചെയ്യോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല. ചിലപ്പോൾ അവർ ഈഗോ ഹേർട്ടായിട്ട് ചിലപ്പോൾ ഇത് വേണ്ട, ഈ വർഷം തന്നെ പോട്ടെ എന്നൊക്കെ പറയാം. പക്ഷേ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കൂട്ടത്തിലാണെങ്കിലും കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ അറിയുന്ന ഓരോ ആളുകളൊക്കെ ഉണ്ട്, ജസ്റ്റ് ഒരു മാർക്കിൽ താഴെ മാർക്കിനൊക്കെ ലിസ്റ്റിൽ ഔട്ടായി വരും. അപ്പോൾ അവർക്കൊക്കെ ഒരു ചാൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ SSCൻ്റെ കാര്യമായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ മിസ്സായി പോയവരൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത പക്ഷേ CGL പഠിച്ചു തുടങ്ങാൻ ഇത് നോക്കി നിൽക്കണ്ട. ഇത് ചിലപ്പോൾ കിട്ടില്ല ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ അവർ പബ്ലിഷ് ചെയ്യും, ചിലപ്പോൾ അവരൊന്നും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നോക്കി നിൽക്കണ്ട. അടുത്ത വർഷത്തെ CGL, ഇനിയിപ്പോൾ ഈ വർഷം CGL കിട്ടുന്നതന്നെ വിചാരിച്ച് പഠിച്ചോ. കാരണം Tier 2 പഠിച്ചാലും Tier 1 പഠിച്ചാലും ഒക്കെ സെയിം തന്നെയാണ്. അപ്പോൾ അടുത്ത വർഷം CGL മുന്നിൽ കണ്ട് ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. കാരണം അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിസൾട്ട് വന്ന സമയത്ത് സങ്കടപ്പെട്ടിരിക്കാൻ സമയമില്ല. കാരണം ഇപ്പോഴും നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പരീക്ഷയ്ക്ക് റിസൾട്ട് വന്നിട്ട് കുറേ സമയമായി. പല ആളുകളും കിട്ടാത്ത ആളുകൾ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു തുടങ്ങി, വീണ്ടും ഉയർത്തെഴുന്നേറ്റ് തുടങ്ങി. നിങ്ങളിപ്പോൾ ഇരിക്കുകയാണെങ്കിൽ അവരൊരുപാട് മുന്നിലെത്തി എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കാരണം 6-7 മാസം കഴിഞ്ഞാൽ അടുത്ത പരീക്ഷ വരികയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അതിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ലൈവ് ബാച്ചുകളൊക്കെ നമ്മൾ അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതെന്തായാലും ഒരു 1 വീക്കിനുള്ളിൽ നമ്മൾ ലോഞ്ച് ചെയ്യും. അപ്പോൾ ജോയിൻ ചെയ്യുക. എന്തായാലും വളരെ നല്ല രീതിയിൽ പുതിയ ഇതുവരെ കാണാത്ത രീതിയിലുള്ള നല്ല കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാ കാര്യം പിന്നെ റെക്കോർഡ് ക്ലാസ് മാത്രം മതി എന്നുള്ളവർക്ക് ഇപ്പോൾ നമ്മളെ കോഴ്സിൽ പർച്ചേസ് ചെയ്യുകയും ചെയ്യാം. പിന്നെ കൂടാതെ ഒരു കാര്യം കൂടെ, NTPCൻ്റെ ക്ലാസ് വേണ്ടവർ പർച്ചേസ് ചെയ്യുക. 99 റുപ്പീസാണ്. അതിൻ്റെ ചാനലിൻ്റെ ഏത് ചാനൽ വഴിയാണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നത് ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.